ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പേറ്റന്റ് ഇല്ലാതെ, ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അങ്ങനെ ഷാജിദയ്ക്ക് 18ന്റെ പണി കിട്ടാൻ പോവാണ്. സ്വന്തം മക്കളുടെ മുമ്പിൽ ഇരുന്നിട്ട് ലൈവിൽ വന്നിട്ട് തെറി വിളിക്കുന്ന കാര്യത്തിനും, പിന്നെ അത് മാത്രമല്ല ഒരാൾ മരിച്ചതിന് വന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് കാട്ടിക്കൂട്ടിയതും, പിന്നെ തെറി വിളി, അത് ഇത് ഇല്ലാത്ത വകുപ്പുകളില്ല ചേച്ചിയെ കുറിച്ച്. ചേച്ചി കാണിക്കുന്ന ഓരോ രീതിക്കും അതിനെല്ലാത്തിനും നല്ലൊരു പണി ചേച്ചിക്ക് ഇപ്പൊ കിട്ടാൻ പോവാണ്. ഓക്കെ, 2 ദിവസം മുമ്പ് ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് യൂട്യൂബേഴ്സിനെതിരെയൊക്കെ ഒരു വീഡിയോ വിട്ടായിരുന്നു, എന്താ കേസ് കൊടുക്കാൻ പോകാന്നുള്ള കാര്യങ്ങളൊക്കെ. സ്വന്തം മക്കളെ മുന്നിൽ നിർത്തിയിട്ട് ഓരോ വ്യക്തികളെ മോശമായിട്ട് തെറികളും കാര്യങ്ങളൊക്കെ വിളിക്കുന്ന ആ സ്ത്രീയെ പിന്നെ പോയിട്ട് പൂജിക്കുവോ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ. അപ്പൊ ഷാജിദയ്ക്ക് നല്ല 18ന്റെ പണിയാണ് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. ഷാജിദയ്ക്ക് ഉറപ്പാണ്. ഷാജിദ തന്നെ ഈ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും ആദ്യം, ഉറപ്പാണ്. ഇത് മൊത്തം ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇത്രയും മോശമായിട്ടും വൃത്തികേടായിട്ട് സംസാരിച്ച ഒരു സ്ത്രീ ഇല്ല. ഒന്നും ഇല്ലായ്മയിൽ നിന്ന്, അതായത് എനിക്ക് 5 മക്കളാണെന്നും പറഞ്ഞ് കരഞ്ഞ് ഊവി വിളിച്ച ഒരു പെണ്ണിനെ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ എന്നെ ഹിറ്റാക്കി കൊടുത്തതിന് ശേഷം ദേ കിടക്കുന്നത്. ഇപ്പൊ കാണിക്കുന്ന എല്ലാം ഈ തന്തയ്ക്ക് വിളി, അത് ഇത് മറ്റേത് മറിച്ചത് കാണിക്കാത്ത തോന്നിവാസങ്ങളൊന്നുമില്ല ഈ ഒരു സ്ത്രീ. ഓക്കെ, എന്തായാലും ഷാജിദ ഈ പറയുന്ന യൂട്യൂബേഴ്സിനെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം. അതായത് കേസ് കൊടുക്കാൻ പോവാന്ന്, അവരുടെ കുഞ്ഞമ്മേന്റെ മോനെങ്ങാണ്ടുണ്ട്, അവനാണ് കൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം, അൽഹംദുലില്ലാഹ്. എനിക്ക് മക്കൾക്ക് സുഖമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പോ എന്റെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. ഒരുപാട് പേരായി അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പാണെന്ന് മനസ്സിലായി, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവാനും ഒക്കെയാണ്. പക്ഷെ എന്നെ കരിവാരി തേച്ചിട്ടുള്ള എന്റെ മക്കളുടെ കരിവാരി തേച്ചിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് ഞാൻ സൈബർ സെല്ലില് ചേച്ചി ആരാണ് ഇവിടെ വന്നിട്ട് ഓരോ തോന്നിവാസങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ പബ്ലിക്കായിട്ട് വന്ന് വിളിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് റിയാക്ഷൻ ചെയ്യും. കാരണം നിങ്ങളുടെ ചാനൽ കാണുന്ന പിള്ളേരും, ഇപ്പോൾ കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും ഈ മക്കളെ നിർത്തിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ യൂട്യൂബാണ്, ലൈവിൽ വരുമ്പം ഇപ്പോഴത്തെ മിക്ക കുട്ടികളും ലൈവ് ഒക്കെ ഇരുന്ന് കാണുന്ന പിള്ളേരുണ്ട്. ഈ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. പറയുന്നത് മനസ്സിലാക്കണം. ചുമ്മാ വന്നിട്ട് ഇങ്ങനെ വായത്താള പഠിക്കരുത്. നിങ്ങളെ മോശമായിട്ട് പറഞ്ഞ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഉണ്ടോ? ഞങ്ങൾ കാര്യങ്ങൾ മാത്രമല്ലേ പറയുന്നത്. കാരണം അതുപോലത്തെ വൃത്തികളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പം നമുക്കത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ചേച്ചി ഇനി ബാക്കി കാര്യം കൂടെ പറയുന്നുണ്ട്, നമുക്കത് വെച്ച് തരാം. സിനാനെ ഞാൻ ഇന്നലെ പോയി അവനെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് സിഐനെ കൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ അക്കൗണ്ടിന്റെ നമ്പറും കാര്യങ്ങളും വേറുള്ളതും എന്തൊക്കെ വീഡിയോസ് എന്നെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത്രയും വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്യിപ്പിക്കും. ഇത്രയും ആൾക്കാരുടെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കേസ് വരും. സിനാൻ എന്ന് പറയുന്ന പയ്യനാ പാവം പിടിച്ചവൻ. ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് പറഞ്ഞാൽ കേസ് എടുത്തിട്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അവന്റെ പേരിൽ കേസ് ഒരു മണ്ണാങ്കട്ടയൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്തിനാ എന്റെ പൊന്നം വെച്ച് ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നേ? നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുമ്പം ഇതിപ്പോ പോലീസ് സ്റ്റേഷനെ വിളിപ്പിക്കുമ്പോഴാണെങ്കിൽ കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് തന്തയ്ക്കും തള്ളയ്ക്കും കിടന്ന് വിളിക്കുന്നത്, സ്വന്തം അമ്മയുടെ ഡാൻസ് എടുത്ത് വെക്കുന്നത് നാണോ മാനോ ഒന്നും ഇല്ലേ സ്ത്രീയെ? മുത്തുവിന്റെ അച്ഛൻ, ആ പാവം പിടിച്ച മുത്തു എന്ന് പറഞ്ഞ പയ്യന്റെ അച്ഛൻ മരിച്ചപ്പോ അതുവരെ ആഘോഷമാക്കിയ ഒരു സ്ത്രീയാണ്. സ്വന്തം മക്കളെ കൂടെ മുൻനിർത്തിയിട്ട് നിങ്ങളുടെ കൂടെ എങ്ങനെ ഒരു പിള്ളേർ താമസിക്കും? നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടോ? ഇവരെ പോലെയുള്ള സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഷാജിദയ്ക്ക് ഒപ്പമാണെന്ന് പറയാൻ കുറെ നാറി സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, കുറെ അമ്മച്ചിമാര്, കളവിമാര്, അല്ല എന്താ പറയാനാ, നാണംകെട്ട വർഗ്ഗങ്ങൾ നിനക്കൊക്കെ സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ നിന്നെക്കാളും അപ്പുറത്തെ ടീംസ് ആയിരിക്കണം നിന്റെ കൂടെ നിൽക്കുന്നവര്. യൂട്യൂബർ കുട്ടികളെ അടുത്തിരുത്തിക്കൊണ്ട് തെറി വിളിക്കുന്നു, കുട്ടികളെ ഗുണ്ടകളായി വളർത്തുമെന്ന് പറയുന്നു. ഇത് ശരിക്കും ഇതിനെ കോടതി വഴി കേസെടുക്കാനുള്ള വകുപ്പുള്ളതാണ്. സാമൂഹ്യ ദ്രോഹമാണ് ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് തെറ്റായ പ്രവണത, അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകൾ നൽകുന്ന യൂട്യൂബുകൾക്ക് താഴെ ഇടാനുള്ള ലോക്ക് ഇടാനുള്ള നിയമം അതിനകത്തുണ്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാൻ വായിച്ചു, ഞാനത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമ നടപടികളുമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പേറ്റന്റ് ഇല്ലാതെ, ഒരു ട്രേഡ് മാർക്ക് ഇല്ലാതെ ഒരു ക്രീമുകളും വിപണിയിൽ വിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള ലോക്കൽ ക്രീമുകൾ ചാന്ദിനി ചൗക്കിൽ 110 രൂപയ്ക്കും 160 രൂപയ്ക്കും വിൽക്കുന്ന ക്രീമുകള്, സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന ക്രീമുകൾ സ്വന്തം പേരിൽ, ഒരിക്കലും ഒരാൾക്കും സ്വന്തം പേരിൽ ഒരു സാധനം ട്രേഡ് മാർക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ പേരിൽ ട്രേഡ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. ആ ക്രീം ഇടുന്നതിന് മുമ്പ്
450 രൂപയുടെ ക്രീം 900 1000 രൂപയ്ക്ക് വിൽക്കുന്നു. ശരി, അവര് ജീവിച്ചോട്ടെ. പക്ഷെ അവര് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ കുറെ മെസ്സേജുകളുണ്ട്. കേട്ടോ, ആ വൈറ്റനിങ് ക്രീമിന്റെ കാര്യം പറയുന്നുണ്ട്. അതിനെതിരെ കേസ് കൊടുക്കാൻ പോകാനിരുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ അവരുടെ ജീവിത മാർഗ്ഗം അല്ലേ എന്ന് കരുതിയിട്ട് പോലും തള്ളിക്കളഞ്ഞതാണ്. എന്നിട്ട് ഇപ്പൊ കുട്ടികളെ മുൻനിർത്തി ഓരോ തോന്നിവാസങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് കൊടുക്കുന്ന മുന്തി ടീമുകളാണ്. ഷാജിദ പെട്ടുപോകത്തേ ഉള്ളൂ. ആ ഇടയ്ക്ക് ഈ ഒരു കേസ് പെറ്റി കേസായിട്ടേ ഉള്ളൂ. അവിടെ വേണമെങ്കിൽ സ്റ്റേഷനിൽ വരേണ്ടി വരും. ചിലപ്പോൾ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാണെങ്കിൽ ഓക്കെ റിമൂവ് ചെയ്യാൻ വലിയ താമസമൊന്നുമില്ല. അത്രേ ഉള്ളൂ. 5 ദിവസം 10 ദിവസം കഴിയുമ്പോഴൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാം അടിയത്തെ വീഡിയോസ് ഒക്കെ കളയൊക്കെ ചെയ്യും. അതുപോലെ കളയും. അത്രേ ഉള്ളൂ. നമുക്കൊരു വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഷാജിദ വല്ല ആനക്കാര്യവും അല്ല ചേനക്കാര്യവും അല്ല. അത് ആ മെസ്സേജുകൾ അനുസരിച്ച് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കാനുള്ള കോടതിക്ക് അവകാശമുണ്ട്. ഇവരുടെ ചാനൽ പൂട്ടാനുള്ള അതിന് ഒരു ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. കാരണം ഇവര് സ്വന്തം അമ്മയെ വിളിക്കുന്നതും തെറി വിളിക്കുന്നതും പിന്നെ നാട്ടുകാരോട് പറയുക അമ്മയെ കൊണ്ട് നോക്കിക്കോളാന്. ഇവളുടെ ഈ സ്ത്രീയുടെ അമ്മയെ നോക്കലാണോ നാട്ടുകാരുടെ ജോലി? പ്രസവിച്ച് അവർ ഇത്രയും വളർത്തിയത് ഇവളെയല്ലേ, അതോ നാട്ടുകാരെയാണോ? പിന്നെ ആ ആമ്പിള്ളേരെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തിയിട്ട് ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ പറയുന്നത് ശക്തമായ നടപടി, അതിനെതിരായിട്ട് ഒരു ശക്തമായ നടപടി കോടതി എടുക്കണം. അതിന്റെ കേസ് ആയിട്ട് മുമ്പോട്ട് ഒരു സംഘം ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അത് വലുതായിട്ട് എടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ ജീവിത മാർഗ്ഗമാണെന്നും പറഞ്ഞിട്ട് എന്റെ പൊന്നെ ഇവളൊക്കെ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകാനൊക്കെ പോകത്തുള്ളൂ. ഇത് അത്ര ഈ കേസ് കേട്ടൊക്കെ പോകത്തൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു നാണം കെട്ട തൊലിയായി പെണ്ണിന്റെ ഒരു കാര്യം വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഓക്കെ, എന്തായാലും ഇത് കേസ് പോകണം. കുറച്ച് പാഠമായിരിക്കണം. ഈ ചാനൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരാളുടെ ചാനൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്ക് ഒക്കെ കൊടുക്കാനൊക്കെ പറ്റുമൊക്കെ. ഷാജിദൊക്കെ ആണെങ്കിൽ പണി കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചാനലിൽ കിടപ്പുണ്ട്. അറിഞ്ഞെല്ലാവരും ഒന്ന് വിചാരിച്ച ഈ ചാനൽ ഞാൻ ഇല്ലാണ്ടായി. പക്ഷെ അതൊക്കെ ദ്രോഹമാണ്. ഒരു കുടുംബം ഇല്ലാണ്ടാക്കുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അടിച്ചു കളയണം ഇവിടെ ചാനലിൽ നിന്നൊക്കെ. അതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. ജീവിതമാർഗ്ഗമാണ്. ഓക്കെ, എന്തായാലും ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ നോക്കുക ഷാജിദ. അത്ര ഇപ്പം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു.